ഇനിയിപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ കൊണ്ട് ചിലപ്പോ നമ്മുടെ ചില വ്യൂവേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനൽ പോയി നോക്കൂലേ. അല്ലാണ്ട് തന്നെ നമ്മളെ വെച്ച് കൊറേ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ വെച്ചല്ല, വേനൂര് വെച്ച് കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ചാനലിൽ കേറിയത് എന്റെ ഒറ്റ സ്റ്റോറിയില്ല ആ സമയത്തുള്ള. വേനു വിശ്വസിച്ചു പോയി സംസാരിച്ചപ്പോ. അപ്പോഴത്തേക്ക് ഓന്റെ പിന്നെ ഞാൻ അറിയാൻ സാധിച്ചു കസിനോ അങ്ങനെ ഇങ്ങനെ ഒരുത്തനെ വന്നിട്ട് ഏതൊരു ഹസ്ബൻഡും എന്താ പറയാ നോർമലി മനസ്സിലാക്കാനേ ഉള്ളൂ, തിങ്ക് ചെയ്യാനേ ഉള്ളൂ ഒരു കാര്യം. ഓരോരുത്തനെ വന്നിട്ട് ഓനെ തെറ്റ് ചെയ്ത് ഓനെ പോറ്റി പറയുന്നു, ഇതാക്കുന്നു, ഓനെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് എല്ലാരും അങ്ങനെ ആകുമ്പോൾ മെന്റലി ഞാൻ ഭയങ്കര ഇതായിരുന്നു. ഞാന് വിശ്വസിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് ഇന്ന ആളെ ആരുടെ ഭാഗത്താ തെറ്റ് വന്നതെന്നൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അവസാനം മനസ്സിലായത് അത് അവരുടെ ബന്ധുവാണ്. അതാണ് പെട്ടുപോയത്. സ്റ്റക്കായി പോയി. പിന്നെ എല്ലാരും ഓരോ ഭാഗത്തായി ഇതായി. പിന്നെ എനിക്ക് പിന്നെ ഈ ഇങ്ങനത്തെ ഒരു മേനുവിന്റെ പ്രശ്നം എന്താ വെച്ചാൽ മേനുവിന് സംസാരിക്കാറില്ല. അവിടെ തൊടാണ്ട് ഇവിടെ തൊടാണ്ട് അങ്ങനത്തെ ഒരു സംസാരമാണ്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നത് ഭയങ്കര അറിയുന്നോണ്ട് രക്ഷപ്പെട്ടെ. എനിക്കിപ്പോ അങ്ങനെ സംസാരിക്കാൻ അറിയെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ആൾക്കാർക്ക് മനസ്സിലേക്ക് വിശ്വാസം വന്നത്. എന്നിട്ട് കൊറേ പിന്നെ വെട്ടം മൂത്തടിക്കട്ടെ. പിന്നെ വേറെ ഇങ്ങനെ എന്താ പറയാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോ ഒരു ദിവസം അതിന്റെ മുഖം മുടി ഊരി വരും. അവരെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം അറിയില്ല. വേറെന്ത് മെയിൻ ഒന്ന് കരണ്ട് പറഞ്ഞ് കറക്റ്റ് ആയിക്കോ. പിന്നെ ഓളാരും വിളിച്ചു പറഞ്ഞു. അപ്പൊ ഓഡിയൻസ് അത് ഞാൻ പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഈ നിങ്ങളെ ഈ ഡൗട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു തിങ് എനിക്ക് ആ സമയത്ത് കണ്ടപ്പോഴേ നല്ല രീതിക്ക് റിയാക്ട് ചെയ്യണമെന്നും ഉണ്ടായി. പക്ഷെ ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ ഫോണും കാര്യങ്ങളും ഇതില്ല. ഇങ്ങനെ വേനും കുടുംബവും ഹിന്ദു മതത്തിലേക്ക് അത് മെയിൻ തമ്മിൽ കൊടുത്തത്. അതാവുമ്പോ ആൾക്കാർ അങ്ങനെയല്ലേ വിശ്വസിക്കുള്ളൂ. ഒന്ന് വിചാരിച്ചു നോക്കിയേ, വേനുന്റെ ഉപ്പാണെങ്കിലും എന്റെ വാപ്പാണെങ്കിലൊക്കെ പള്ളി പോണ ആൾക്കാരാ. അവർക്കൊക്കെ എത്ര നെഗറ്റീവ് വരും ഇങ്ങനെ. അല്ലെന്ന് ഹിന്ദു മതത്തിലേക്ക് പറയുമ്പോ അവര് നമ്മളെ ദേഷ്യമുള്ളവര് നമ്മളെ വെച്ച് ഇതാക്ക, അല്ലാണ്ട് ഫാമിലിനെ ബന്ധപ്പെടുന്ന രീതിക്ക് ഒന്നും ഇടാണ്ടിരിക്ക. ഇത് എക്സ്ട്രാ ക്ലാസ്സിനായി, ഇത് എക്സ്ട്രാ കരിക്കുലർ